വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കേൾക്കാനും നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയെങ്കിൽ സിനിമകളിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മലയാള സിനിമ എന്നാൽ മോളിവുഡ് ആണ്. എന്നാൽ ഇതേ പേരിൽ മറ്റൊരു സിനിമ ഇൻഡസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് മറ്റാരുമല്ല, റഷ്യൻ ഫിലിം ഇൻഡസ്ട്രിയാണ്. റഷ്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ പേരും മോളിവുഡ് എന്നാണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ മോസ്കോ നഗരത്തിന്റെ പേര് ചേർത്തിട്ടാണ് അവർ മോളിവുഡ് എന്ന പേര് കൊടുത്തത്. അങ്ങനെ മോളിവുഡ് എന്ന പേരിൽ രണ്ട് ഫിലിം ഇൻഡസ്ട്രികൾ. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒരു ഹോളിവുഡ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തുപ്പാക്കി എന്ന സിനിമ ഇന്ത്യൻ പട്ടാളത്തെയും രാജ്യസ്നേഹത്തിനെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരൊറ്റ സീനിലും ഇന്ത്യൻ പതാക ഉപയോഗിച്ചിട്ടില്ല. രാവൺ എന്ന സിനിമയിൽ ഐശ്വര്യ റായിയുടെ ഏതാനും മിനിറ്റുകൾ ദൈർഘ്യമുള്ള ഈ ഒരു മനോഹരമായ നൃത്ത ചുവടുകൾ കൊറിയോഗ്രഫി ചെയ്തത് നമ്മുടെ ശോഭനയാണ്. അതും തികച്ചും സൗജന്യമായി. ഷാരൂഖ് ഖാൻ സിനിമയായ സ്വദേശ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിദേശ നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ സംഭവിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആദ്യമായി പറയാൻ പോകുന്നത് നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ മലയാള സിനിമയിലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് വിദേശ ഭാഷയിലെ സിനിമകളിലെ സീനുകൾ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു മലയാള സിനിമയിലെ ഒരു സീൻ അതേപടിയെടുത്ത് മറ്റൊരു വിദേശ ഭാഷയിലെ സിനിമയിൽ ഉപയോഗിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സംഭവം അങ്ങനെയുണ്ട്. കഴിഞ്ഞ മാസം ഞാനൊരു ചൈനീസ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം കണ്ടത്. അതായത് നമ്മുടെ മലയാള സിനിമയിലെ ഒരു സീൻ അതേപടിയെടുത്ത് ഒരു ചൈനീസ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ മലയാള സിനിമ 2013 ദൃശ്യമാണ്. ദൃശ്യത്തിലെ ഒരു സീനിൽ ജോർജ് കുട്ടിയുടെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന് ചോദ്യം ചെയ്യുന്നതിനിടയിൽ മീന അറിയാതെ അബദ്ധത്തിൽ ഓഗസ്റ്റ് 2-ാം തീയതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഷാജോന്റെ പോലീസ് കഥാപാത്രം ചോദിക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ ഓഗസ്റ്റ് 2 എന്ന ഡേറ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് ഈ ഒരു ഡേറ്റ് അറിഞ്ഞത് എന്ന്. അതിന് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ആ പയ്യൻ വന്ന ഡേറ്റിനെ കുറിച്ചോ ഞങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നിങ്ങളുടെ ഭാര്യ അത് ഇങ്ങോട്ട് പറഞ്ഞു. വാസ്തവത്തിൽ ഇതൊരു കിടിലൻ സീനായിരുന്നു. എന്നാൽ ഇതേ സീൻ 2024 പുറത്തിറങ്ങിയ ചൈനീസ് സിനിമയായ എ പ്ലേസ് കോൾഡ് സൈലൻസിൽ കാണാൻ കഴിയും. സിനിമയിൽ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആ പെൺകുട്ടിയുടെ അമ്മ പെട്ടെന്ന് അവിടേക്ക് വന്ന് അറിയാതെ അബദ്ധത്തിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച അവൾ സ്കൂളിൽ ഇല്ലായിരുന്നുവെന്ന്. അപ്പോൾ അവിടെയുള്ള പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ ഡേറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് വെള്ളിയാഴ്ചയെ കുറിച്ച് അറിഞ്ഞത് എന്ന്. ദൃശ്യത്തിലെ അതേ സീനാണ് അവിടെയും റീക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇതിൽ ഇത്ര മാത്രം എന്താണ് പറയാനുള്ളത് എന്ന്. ഒരേ ആശയം രണ്ടുപേർക്ക് തോന്നിയതാകാമെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സംഭവം അങ്ങനെയൊന്നുമല്ല. ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉള്ളത്. ഈ സിനിമയുടെ സംവിധായകന്റെ പേര് സാം കുവ എന്നാണ്. ഇദ്ദേഹമാണ് 2019 ദൃശ്യം എന്ന മലയാളം സിനിമയുടെ ചൈനീസ് റീമേക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും ദൃശ്യം കണ്ട സാം കുവ ദൃശ്യത്തിലെ ആ ഒരു സീൻ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ദൃശ്യത്തിലെ ആ ഒരു രംഗം ഈ സിനിമയിൽ ഉപയോഗിച്ചത്. നിങ്ങൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചൈനീസ് സിനിമ നിർബന്ധമായും കണ്ടു നോക്കുക. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻപറിയാമായിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടിന്റുമോൻ. ടിന്റുമോനും മലയാള സിനിമയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വലിയൊരു ബന്ധമുണ്ട്. 2009 രൂപം കൊണ്ട ഒരു കോമിക് ക്യാരക്ടറാണ് ടിന്റുമോൻ. 5 വയസ്സുള്ള ടിന്റുമോന്റെ ചോദ്യങ്ങളും കൗണ്ടറുകളും തമാശകളുമെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് പോപ്പുലർ ആയത് വളരെ പെട്ടെന്നായിരുന്നു. 90s കിഡ്സും ഏർലി 2K കിഡ്സും മൊബൈൽ ഫോണിൽ ടിന്റുമോൻ തമാശകൾ SMS ആയി അയച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. BM ഗഫൂർ എന്ന കാർട്ടൂണിസ്റ്റാണ് ടിന്റുമോനെ ഉണ്ടാക്കിയത്. ടിന്റുമോൻ തമാശകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം SMS പാക്കേജ് ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബുക്ക് പബ്ലിഷേഴ്സും ടെലികോം കമ്പനികളും TV ചാനലും മത്സരിച്ച് ഒരുപോലെ ഏറ്റെടുത്തിരുന്ന കേരളത്തിന്റെ പബ്ലിക് ജോക്കായ ടിന്റുമോൻ എന്ന പേരും കഥാപാത്രവും ഉണ്ടാവാനുള്ള കാരണം 1983 പുറത്തിറങ്ങിയ ഫാസിൽ സംവിധാനം ചെയ്ത എന്റെ മാമാട്ടിക്കുട്ടിയം എന്ന സിനിമയാണ്. സിനിമയിലെ 3 വയസ്സ് പ്രായമുള്ള ബേബി ശാലിനിയുടെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു ടിന്റുമോൾ. 3 വയസ്സുള്ള വലിയ വായിൽ സംസാരിക്കുന്ന ടിന്റുമോളുടെ ക്യാരക്ടർ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് BM ഗഫൂർ വ്യത്യസ്തമായ ആ പേരും ബേബി ശാലിനിയുടെ ഹെയർ സ്റ്റൈലും അതുപോലെ എടുത്ത് ടിന്റുമോൻ എന്ന ഒരു കോമിക് കഥാപാത്രത്തെ ഉണ്ടാക്കിയത്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ച ജോണി ജോണി എസ് പപ്പയിലെ ലിറ്റിൽ ജോണിയെ പോലെ എപ്പോഴും വാ തുറന്ന് സംസാരിക്കുന്ന കൗണ്ടർ പറയുന്ന ഒരു കൊച്ച ആൺകുട്ടിയെ ഉണ്ടാക്കണമെന്ന ചിന്തയും ഒപ്പം ബേബി ശാലിനിയുടെ ടിന്റുമോൾ എന്ന കഥാപാത്രവും ചേർന്നപ്പോൾ മലയാളിക്ക് കിട്ടിയത് എക്കാലത്തെ മികച്ച കാർട്ടൂൺ കഥാപാത്രത്തെയാണ്. അങ്ങനെ എന്റെ മാമാട്ടിക്കുട്ടിയം എന്ന സിനിമയാണ് ടിന്റുമോൻ എന്ന കഥാപാത്രം ഉണ്ടാവാനുള്ള കാരണമെന്ന കഥ നിങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അക്കരെ നിന്നൊരു മാരൻ. 1985 മലയാളം കോമഡി സിനിമയാണ് അക്കരെ നിന്നൊരു മാരൻ. ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഇന്ന് കണ്ടാലും നമുക്ക് ചിരി വരും. ഭയങ്കര ഒരു റീവാച്ചിങ് ക്വാളിറ്റി ഈ സിനിമയ്ക്കുണ്ട്.
ഈ സിനിമ സംവിധാനം ചെയ്തത് ഗിരീഷാണ്. എന്നാൽ നമ്മൾ മലയാളികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും വിചാരിക്കുന്നത് ഇതൊരു പ്രിയദർശൻ സിനിമയായിരുന്നു എന്നാണ്. കാരണം ഒരു പ്രിയദർശൻ സിനിമയുടെ അതേ ചേരുവകൾ ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. പ്രിയദർശന്റെ സിനിമയിലെ കഥാപാത്രങ്ങളും കോമഡി രംഗങ്ങളും കഥ പറയുന്ന രീതിയുമെല്ലാം ഒരുപോലെ ഈ സിനിമയിലും കാണാമായിരുന്നു. പ്രിയദർശൻ സിനിമ എന്ന് വിചാരിച്ച് സിനിമ കാണുമ്പോഴാണ് സംവിധായകന്റെ പേര് ഗിരീഷ് ആണെന്ന് നമ്മൾ അറിയുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മളെല്ലാവരും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം പ്രിയദർശൻ തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ പിന്നെ ഈ ഗിരീഷ് ആരാണ്? പ്രിയദർശൻ സംവിധാനം തുടങ്ങുന്ന സമയത്ത് പ്രിയദർശന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഗിരീഷ്. ആകെ 2 സിനിമകൾ മാത്രമാണ് ഗിരീഷ് സംവിധാനം ചെയ്തത്. അതിൽ ആദ്യത്തെയായിരുന്നു അക്കരെ നിന്നൊരു മാരൻ. ജഗദീഷിന്റെ കഥയിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതി ഗിരീഷ് സംവിധാനം ചെയ്തുവെങ്കിൽ പോലും ഈ സിനിമയുടെ സംവിധാനത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ പ്രിയദർശനും ഇടപെട്ടിട്ടുണ്ട്. തന്റെ അസോസിയേറ്റ് ഡയറക്ടറുടെ ആദ്യ ചിത്രമായതുകൊണ്ട് തന്നെ പ്രിയദർശൻ നല്ലതുപോലെ സംവിധാനം ചെയ്യാൻ ഗിരീഷിനെ സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സിനിമയുടെ പല സീനുകളും ഷൂട്ട് ചെയ്തത് പ്രിയദർശനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രിയദർശൻ മുൻപ് സംവിധാനം ചെയ്ത പൂച്ചിക്കുരി മൂക്കുത്തി, ഓടരുതമ്മാവ, ആളറിയാൻ പോലുള്ള സിനിമകളുടെ അതേ പാറ്റേൺ ഈ സിനിമയിലും കണ്ടത്. പക്ഷേ ഒടുവിൽ സംവിധായകന്റെ പേര് വെച്ചപ്പോൾ ഗിരീഷിന്റെ പേര് വന്നു. കാര്യം ഗിരീഷ് സംവിധാനം ചെയ്ത സിനിമയാണെങ്കിൽ പോലും ഇതൊരു പ്രിയദർശൻ സിനിമയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. നെല്ല്. സാധാരണഗതിയിൽ ഒരു സിനിമയ്ക്ക് ഒരു തിരക്കഥയാണുള്ളത്. ആ ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ടാണ് അവർ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. എന്നാൽ 1 അല്ല 2 അല്ല 3 തിരക്കഥകളുള്ള ഒരു മലയാള സിനിമയുണ്ട്. അതായിരുന്നു 1974 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത സിനിമയായ നെല്ല്. വയനാട്ടിലെ അടിയാർ കമ്മ്യൂണിറ്റിയുടെ കഥ പറയുന്ന സിനിമയാണ് നെല്ല്. പ്രശസ്ത നോവലിസ്റ്റായ പി വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. ഈ സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് വലിയ വലിയ ആളുകളാണ്. എന്നാൽ നെല്ല് എന്ന സിനിമയ്ക്ക് 3 തിരക്കഥകളുണ്ട്. ഇതൊരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് സംവിധായകനായ രാമു കാര്യാട്ടിന് ഈ സിനിമ ചെയ്യാൻ ഭയങ്കരമായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നോവലിസ്റ്റായ പി വത്സല, സംവിധായകനായ KG ജോർജ്, തിരക്കഥാകൃത്തായ SL പുരം സദാനന്ദൻ എന്നീ 3 പേരോട് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതാൻ പറയുന്നു. അങ്ങനെ അവർ 3 പേരും ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥകൾ എഴുതുന്നു. ഒടുവിൽ സംവിധായകന് കിട്ടിയത് 3 രീതിയിലുള്ള 3 തിരക്കഥകളാണ്. ശേഷം രാമു കാര്യാട്ട് ഇവർ 3 പേരും എഴുതിയ ഓരോ തിരക്കഥയിൽ നിന്നും പല ഭാഗങ്ങൾ എടുത്ത് ഉപയോഗിച്ച് ഒരു സ്ക്രീൻ പ്ലേ ആക്കിയ ശേഷമാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പക്ഷേ അതിന്റെ ഗുണം ഈ സിനിമയിൽ കാണാനുണ്ട്. അത്രയ്ക്കും ക്വാളിറ്റിയോട് കൂടിയാണ് നെല്ല് അവർ ഷൂട്ട് ചെയ്തത്. 3 തിരക്കഥകളുള്ള നെല്ല് എന്ന സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് കണ്ടു നോക്കുക. വൺ ഓഫ് ദി ബെസ്റ്റ് മലയാള സിനിമയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണ് മലയാള സിനിമയിലെ മികച്ച ഒരു ക്ലൈമാക്സ് ആയിട്ട് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. വേടൻ. ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയമാണല്ലോ വേടൻ. കൃത്യമായ രാഷ്ട്രീയം തന്റെ പാട്ടുകളിലൂടെ പറയുന്ന വ്യക്തിയാണ് വേടൻ. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, പാട്ട് പാടുന്ന റാപ്പറായ വേടൻ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് 2016 പുറത്തിറങ്ങിയ രാജീവ് രവി സിനിമയായ കമ്മട്ടിപ്പാടം. സിനിമയിലെ ഒരു ഭാഗത്തായി കമ്മട്ടിപ്പാടത്ത് ജീവിക്കുന്ന ദുൽഖർ സൽമാന്റെയും വിനായകന്റെയും ചെറുപ്പം കാണിക്കുന്ന ഒരു ഭാഗത്താണ് വേടനെ കാണാൻ കഴിയുന്നത്. കമ്മട്ടിപ്പാടം ഇറങ്ങിയിട്ട് 9 വർഷമായെങ്കിൽ പോലും ഇപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മലയാളികൾ അറിയുന്നത്. ഇൻസ്പെക്ടർ ബൽറാം. 1986 ഹിറ്റ് സിനിമയായ ആവനാഴിയുടെ സീക്വലാണ് 1991 ഇൻസ്പെക്ടർ ബൽറാം. ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതൊരു IV ശശി സിനിമയായതുകൊണ്ട് ഈ സിനിമ വലിയ ക്യാൻവാസിലാണ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രത്യേകിച്ചും ബോംബ് ബ്ലാസ്റ്റും ജീപ്പ് കത്തുന്നതും വെടിവെപ്പും തുടങ്ങിയ ഒരുപാട് റിസ്കി സീനുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയ്ക്ക് ആവശ്യമായ ഏറ്റവും വലിയൊരു സീൻ കാശുമുടക്കില്ലാണ്ട് ഇവർ ഷൂട്ട് ചെയ്തതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിനിമയുടെ തുടക്കഭാഗത്തായി പോലീസും ജനങ്ങളും തമ്മിലുള്ള വലിയ ലാത്തിച്ചാർജും ലഹളയും കാണിക്കുന്നുണ്ട്. ഈ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മമ്മൂട്ടി തലശ്ശേരിയിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞ 100 കണക്കിന് ജനങ്ങൾ ടൗണിൽ കൂടി വന്നു. അതുകൊണ്ട് സിനിമയുടെ നിർമ്മാതാവായ ലിബർട്ടി ബഷീർ പോലീസിനെ വിളിച്ച് ജനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പോലീസ് അവിടെ വരികയും ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വഴക്കുണ്ടാവുകയും ഒടുവിൽ അത് ലാത്തിച്ചാർജിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ സംവിധായകൻ 4 ക്യാമറകൾ 4 വശത്തായി ഫിക്സ് ചെയ്ത് പോലീസും ജനങ്ങളും തമ്മിലുള്ള യഥാർത്ഥ സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് സിനിമയിൽ കാണിച്ചു. പിന്നീട് എഡിറ്റിംഗിൽ യഥാർത്ഥ സംഭവങ്ങളും അവർ ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളും നന്നായി എഡിറ്റ് ചെയ്ത് കാണുന്ന പ്രേക്ഷകരിൽ ഇതെല്ലാം ഒറ്റ സംഭവമാണെന്ന തോന്നലുണ്ടാക്കിയെടുത്തു. അതുമാത്രമല്ല, ആ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ലാത്തിച്ചാർജിന് ശേഷം റോഡിൽ വീണ് കിടക്കുന്ന 100 കണക്കിന് ചെരുപ്പുകൾ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി വന്ന് പോലീസിന്റെ ലാത്തിച്ചാർജ് കണ്ട് പേടിച്ചോടിയ യഥാർത്ഥ വ്യക്തികളുടെ ചെരുപ്പുകളാണ്. അങ്ങനെ കാശുമുടക്കില്ലാതെ വലിയൊരു സീൻ സംവിധായകന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു സംഭവം ഈ സിനിമയിൽ മാത്രമല്ല, 1990 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയായ മുഖത്തിലും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി വില്ലനെ പിടികൂടാൻ വരുന്ന വലിയ പോലീസ് സന്നാഹത്തെ കാണിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അവിടെ മോഹൻലാൽ ഷൂട്ടിങ്ങിന് വരുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ മോഹൻലാലിനെ കാണാൻ വന്ന വലിയ ജനത്തെ നിയന്ത്രിക്കാൻ വന്ന യഥാർത്ഥ പോലീസുകാരാണ് അത്. അങ്ങനെ നൈസായി ആ സീനുകൾ അവർ ഷൂട്ട് ചെയ്ത് സിനിമയിലേക്ക് ആഡ് ചെയ്തു. ഒരു വെടിക്ക് 2 പക്ഷി. എന്താലേ. രണം. പൊതുവെ ഒരു സിനിമയിൽ കാണിക്കുന്ന പാട്ട് ആ സിനിമയുടെ കഥയെയോ സാഹചര്യത്തെയോ ഇനി കഥാപാത്രത്തിനെ ഉദ്ദേശിച്ചാണ് എഴുതാറ്. എന്നാൽ ഒരു സിനിമയിലെ പാട്ട് ആ സിനിമയുടെ നായകന്റെ യഥാർത്ഥ ജീവിതത്തെ ഉദ്ദേശിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. അങ്ങനെ ഒരു സിനിമയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം.
2018 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് സിനിമയാണ് രണം. മലയാളി റാപ്പറായ ഫെജോ ഈ സിനിമയിൽ ആയുധമടട എന്നൊരു പാട്ട് എഴുതുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ സിനിമയിലെ കഥാപാത്രത്തിനെ കുറിച്ചാണ് ആ പാട്ടെന്ന് തോന്നുമെങ്കിൽ പോലും വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ സിനിമയിലെ നായകനായ പൃഥ്വിരാജിന്റെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു പാട്ട് ഫെജോ എഴുതിയത്. ആ പാട്ടിന്റെ വരിയിലെ ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. ഒരു നായകനുണ്ടെന്നും ആ നായകന് ശത്രുക്കളുണ്ടെന്നും ആ നായകൻ വില്ലന്മാരുടെ കാൽച്ചുവട്ടിൽ വീണുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെന്നും പിന്നീട് ആ നായകൻ അവർക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുകയും നായകൻ തന്റെ വാക്കുകൾ ഉപയോഗിച്ച് അവരെ നേരിടുമെന്നും പാട്ടിൽ പറയുന്നുണ്ട്. ഇനി ആ പാട്ടിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ആ നായകൻ ഒരു രാജാവാണെന്നും പൃഥ്വിയെ കീഴടക്കാൻ വന്ന നായകനാണെന്നും പറയുന്നു. ഇത് പൃഥ്വിരാജ് എന്ന പേരിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം 2004 പൃഥ്വിരാജിന്റെ കരിയറിന്റെ തുടക്ക സമയത്ത് സിനിമയിൽ നിന്നും അദ്ദേഹത്തെ ബാൻ ചെയ്യുകയും പിന്നീട് സോഷ്യൽ മീഡിയ ഹേറ്റ് ട്രോളുകൾ നേരിട്ട് ഒടുവിൽ വിജയിച്ചു വന്ന വ്യക്തിയാണ് പൃഥ്വിരാജ്. അങ്ങനെ ഒരു സിനിമയിലെ നായകന്റെ യഥാർത്ഥ ജീവിതം സിനിമയിൽ പാട്ടിലൂടെ പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമായിരുന്നു. മോഹൻലാൽ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരുപാട് തിരക്കുള്ള മോഹൻലാൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? ഇന്നത്തെ കാലത്ത് സിനിമാ നടീനടന്മാർ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ 20 വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ഡേവിഡ്, സോളോ എന്നീ സിനിമകളുടെ സംവിധായകനായ ബിജോയ് നമ്പ്യാർ 2005 സംവിധാനം ചെയ്ത റിഫ്ലക്ഷൻസ് എന്ന ഷോർട്ട് ഫിലിമിലാണ് മോഹൻലാൽ അഭിനയിച്ചത്. ചുറ്റുമുള്ള ആളുകളെ നോക്കി തന്റെ ജീവിതം സ്വപ്നം കാണുന്ന ഏകാന്ത വ്യക്തിയായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചത്. കേവലം 3 ദിവസം കൊണ്ട് മാത്രം ഷൂട്ട് ചെയ്ത ഈ ഒരു ഷോർട്ട് ഫിലിമിലെ നായിക സംവിധായകനായ ബിജോയ് നമ്പ്യാരുടെ ആദ്യ ഭാര്യയായ ജുഹി ബബ്ബാർ ആയിരുന്നു. മലയാള സിനിമയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.